പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, പുതിയൊരു മാസത്തിലേക്ക്, ജൂൺ മാസത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു. ഈശോയിലുള്ള തിരുഹൃദയ ഭക്തി വളരെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന മാസമാണ് ജൂൺ മാസം. ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്നും എപ്പോഴും തിരുഹൃദയത്തിന്റെ പ്രത്യേകമായ സംരക്ഷണം നമുക്കെല്ലാം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ജൂൺ മാസം കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണല്ലോ. പുതിയ വർഷത്തിലേക്ക്, അധ്യയന വർഷത്തിലേക്ക് കുട്ടികൾ പ്രവേശിക്കുന്നു. പുതിയ പാഠങ്ങൾ അവർ ജീവിതത്തിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുന്നു. വിദ്യാലയങ്ങളിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ പഠനങ്ങൾക്കായി പോകുന്ന എല്ലാവർക്കും അവർ ഈ മാസത്തിൽ ആരംഭിക്കുന്ന, ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്ന അധ്യയന വർഷം ഏറെ ദൈവാനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ധാർമ്മിക ബോധത്തിൽ, അറിവിൽ വളരുന്ന ഒരു തലമുറ, ദൈവഭക്തിയിൽ അടിയുറച്ച് വളരുന്ന ഒരു തലമുറയാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന ഒരു വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ബൗദ്ധികപരമായും ധാർമ്മികമായും ആത്മീയമായും നൽകാൻ നമുക്ക് പരിശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 42 വരെ വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം. തന്നെ മനസ്സിലാക്കാത്ത യഹൂദരുമായി ഈശോ തർക്കിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യനായി അവതരിച്ച ഒരു നല്ല മനുഷ്യനെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത ഈശോയെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ യഹൂദ നിയമത്തിന്റെ കാർക്കശ്യത്തിൽ ജീവിച്ചിരുന്ന യഹൂദ പ്രമാണികൾക്ക് കഴിയാതെ പോയി പലപ്പോഴും. എന്നാൽ ദൈവമായിരുന്ന ഈശോ തൻ്റെ ദൈവികത കൂടുതൽ അനുഭവമാകുന്ന രീതിയിൽ വെളിപ്പെടുത്തിയത് മനുഷ്യരെ പോലെയായി മനുഷ്യരുടെ ഇടയിൽ താമസിച്ച് ഒരു നല്ല മനുഷ്യന്റെ ഗുണഗണങ്ങൾ പ്രകടിപ്പിച്ചതോടുകൂടിയാണ്. നമ്മിലെയും ദൈവികത ആളുകൾക്ക് കൂടുതൽ വ്യക്തമാകേണ്ടത് നമ്മിൽ മനുഷ്യത്വവും അതിൻ്റെ നന്മകളും കൂടുതൽ പ്രകടമാക്കിയിട്ടാണ്. കരുണ, ദയ, സഹാനുഭൂതി, പരോപകാരം, ക്ഷമ, ഇങ്ങനെ ഈ മനുഷ്യന് ഈ ഭൂമിയിൽ മനുഷ്യന് ആവശ്യമുള്ള, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മകൾ കൊടുക്കുവാൻ സാധിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥ ദൈവപുത്രരാണെന്ന് ലോകം മനസ്സിലാക്കും. ഈശോ ദൈവപുത്രനാണ് എന്നത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഈശോ പരിശ്രമിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളത് ധ്യാനിക്കുന്നു. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്തെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം പ്രധാനമായും അതിനുവേണ്ടി തന്നെയായിരുന്നു. അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് വന്ന ദൈവികമായ മനുഷ്യനാണെന്ന്, ദൈവമാണെന്ന് ഈശോ ഓർമ്മിപ്പിച്ചു. സാധാരണ ആളുകളുടെ കൂടെ വിഷമത്തിൽ പങ്കുചേർന്നപ്പോൾ തനിക്ക് ഒരു നല്ല മനുഷ്യന്റെ എല്ലാ മുഖവും ഉണ്ടെന്ന്, എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമെന്ന് ഈശോ ഓർമ്മിപ്പിച്ചു. നമ്മൾ ഓരോ ദിവസവും അൾത്താരയുടെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, തിരുസ്വരൂപങ്ങളുടെ മുമ്പിൽ, വിശുദ്ധ കുരിശിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുന്നതും നമ്മളെപ്പോലെ മനുഷ്യനായി അവതരിച്ച ദൈവമായ ഈശോയ്ക്ക് മനുഷ്യരായ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അതൊരു വെറും മനുഷ്യനല്ല, എന്ത് കാര്യവും, എന്ത് അസാധ്യ കാര്യവും സാധ്യമാക്കി തരാൻ പറ്റുന്ന ദൈവം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത്. ഒരേ സമയവും ദൈവവും ഒരേ സമയവും മനുഷ്യനുമായി ഈശോ ജീവിച്ചതുകൊണ്ട് ഈശോയ്ക്ക് മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മളും ദൈവപുത്രരായി തീരുന്നത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുമ്പോൾ, നമ്മളിലെ നന്മ മറ്റുള്ളവരിലേക്ക് ഈശോ ഒഴുക്കിയതുപോലെ ഒഴുക്കാൻ സാധിക്കുമ്പോഴാണ്. നമുക്ക് ഈ മാസം കൂടുതൽ നല്ല രീതിയിൽ ദൈവത്തിന്റെ മക്കളായി, ദൈവപുത്രരായി മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടുന്ന മാസമായി മാറട്ടെ. അതിന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനുഗ്രഹം സമൃദ്ധമായി നമ്മളിൽ ഉണ്ടാകട്ടെ. ഹൃദയത്തിന്റെ പ്രത്യേകത അത് സ്നേഹവും അലിവും ക്ഷമയും ദയയും നന്മയും ഒക്കെ കാണിക്കുന്നതാണ് എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിൽ തിരുഹൃദയത്തിന്റെ സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ. ആത്മികവും ശാരീരികവും ഭൗതികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണം. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിന്റെ നല്ല പ്രകാശനങ്ങളായി മാറുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവർ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നല്ല ഗുണങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിന്റെ
നന്മകളായി മറ്റുള്ളവർക്ക് കാണിക്കുവാൻ സഹായിക്കണമേ. അങ്ങനെ അങ്ങയുടെ തിരുഹൃദയത്തിന് വാക്കിലും പ്രവർത്തനത്തിലും ചിന്തയിലും ജീവിതത്തിലും യോജിച്ചവരാണ് ഞങ്ങളെന്ന് തെളിയിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.